ചെമ്പനീർ പൂവിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആ ഒരു വലിയ കടം വീട്ടാൻ വേണ്ടിയിട്ട് സച്ചി തന്റെ കാറ് വിറ്റിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പോൾ സച്ചി ഓടിക്കുന്നത് ഓട്ടോ ആയിരിക്കും. ഈ കാര്യം കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും സച്ചിയുടെ വീട്ടിൽ ആർക്കും തന്നെ ഈ ഒരു കാര്യം അറിയില്ല. അങ്ങനെ സച്ചി ഏതായാലും ഓട്ടോ ഒക്കെ ഓടിച്ചുകൊണ്ട് തന്നെ കുടുംബം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ശ്രുതി ഒരു ദിവസം ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ വിളിക്കുന്നത്. എന്നാൽ സച്ചിയുടെ ഓട്ടോ ആണെന്ന് അറിയാതെ ശ്രുതി നേരെ സച്ചിയുടെ ഓട്ടോയ്ക്ക് നേരെയായിരിക്കും കൈ കാണിക്കുന്നത്. എന്നാൽ കൈ കാണിച്ചിട്ട് വണ്ടി നിർത്തുന്ന സമയത്തിന് സച്ചിയെ ഓട്ടോയിൽ വെച്ച് കാണുന്ന സമയത്തിന് ശ്രുതി ആകെ ഷോക്കായി നിൽക്കുകയാണ്. സച്ചിയും ആകെ ഷോക്കിൽ തന്നെ ആയിരിക്കും. തനിക്ക് കിട്ടിയ ലിഫ്റ്റ്, അതായത് ശ്രുതിയെ കയറ്റിക്കൊണ്ട് സച്ചി അങ്ങനെ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിലും സച്ചിക്ക് ആകെ ടെൻഷനായിരിക്കും. കാരണം ശ്രുതി സത്യം മനസ്സിലാക്കിയത് സ്ഥിതിക്ക് ഈ കാര്യം വീട്ടിലൊക്കെ പറയുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് സച്ചിയും ആകെ ടെൻഷനിലാണ്. ശ്രുതിയുടെ കൂടെ ശ്രുതിയുടെ കൂട്ടുകാരി മായ ഉണ്ടാവും. എന്നിട്ട് മായ ചോദിക്കുന്നുണ്ട്, അല്ല സച്ചിയേട്ടൻ എന്താ ഇപ്പോൾ ഈ ഓട്ടോ ഒക്കെ ഓടിക്കുന്നത്? അപ്പോഴേക്കും ശ്രുതിയുടെ കൂട്ടുകാരിയോട് ഇനി എന്ത് മറുപടി പറയണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സച്ചി എന്തൊക്കെയോ ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ തട്ടിവിടുന്നുണ്ട്. ഞാൻ എൻ്റെ കാറ് മറ്റൊരു കൂട്ടുകാരനെ ഓടിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണെന്ന്, തൽക്കാലം ഈ ഒരു ഓട്ടോ ഓടിച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യണമെന്ന കാര്യങ്ങളായിരിക്കും സച്ചി പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ സച്ചി ഇങ്ങനെ വിക്കി സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്തിന് ശ്രുതിക്ക് കാര്യം മനസ്സിലാവാണ്. ശ്രുതി ഏകദേശം ഒരു തട്ടിപ്പ് വീരത്തിയായതുകൊണ്ട് തന്നെ മറ്റാര് കള്ളം പറഞ്ഞാലും പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവൊക്കെ ശ്രുതിക്കുണ്ട്. സച്ചിയുടെ പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു പന്തികേടൊക്കെ തോന്നിപ്പോവാട്ടോ ശ്രുതിക്ക്. സച്ചി ഏതായാലും ബ്യൂട്ടി പാർലറിന്റെ അടുത്ത് മുന്നിൽ തന്നെ കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തുന്നുണ്ടോ. എന്നിട്ട് ശ്രുതിയോട് ഇങ്ങനെ കാശ് വാങ്ങിക്കുന്ന സമയത്തിന് ശ്രുതിയുടെ കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ എന്തിനാ ഇവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നത്? ഇത് നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടി തന്നെയല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചി അവരോട് എതിർത്ത് സംസാരിക്കാണ്. അതെ, വീട്ടിലുള്ള കുട്ടിയാണെങ്കിലും അല്ലെങ്കിലും ഞാൻ പെട്രോൾ അടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. എനിക്ക് ഏതായാലും ഓടിച്ച പൈസ കിട്ടണമെന്നിങ്ങനെ സച്ചി വാശി പിടിക്കുന്ന സമയത്തിന് ശ്രുതി ആ ഒരു പൈസയൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്നും സച്ചിയെ പറഞ്ഞു വിടുന്നുണ്ട്. ശ്രുതി ഏതായാലും ഈ ഒരു സത്യം മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സച്ചിക്ക് വല്ലാത്ത ടെൻഷനായിരിക്കും. അന്നത്തെ ആ ഒരു ദിവസം ശ്രുതി വീട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ശ്രുതിയോട് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് സച്ചി ഇപ്പൊ കാറല്ല, പകരം ഓട്ടോ ആണ് ഓടിച്ചു നടക്കുന്നത് എന്ന കാര്യം. എന്നാൽ ഇത് കേട്ട് ശ്രുതി പറയുന്നുണ്ട്, അവന് നന്നായിട്ട് ഓട്ടോ ഒക്കെ ഓടിക്കാൻ അറിയാലോ, എന്നാ പിന്നെ അവൻ ഓട്ടോ ഓടിച്ച് നടക്കട്ടെ എന്ന് പറയുന്ന സമയത്തിന് ശ്രുതി പറയും. അപ്പൊ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഏയ് അങ്ങനെയല്ല ശ്രുതി, ഇപ്പൊ സച്ചി സ്ഥിരമായിട്ട് ഓട്ടോ ആണ് ഓടിച്ചു നടക്കുന്നത്, അവന്റെ കാറൊക്കെ വിറ്റു എന്നാ തോന്നുന്നത്. അപ്പോഴേക്കും ശ്രുതി അങ്ങ് ഷോക്കാവട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് കാറ് വിറ്റെന്നോ? അല്ല, അവൻ എന്തിനാ ഇപ്പൊ കാറ് വിൽക്കുന്നത്? അങ്ങനെ കാറ് വിൽക്കാൻ മാത്രം അവൻ എന്താ ഇത്ര പൈസക്ക് അത്യാവശ്യം? അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, കാറ് വിറ്റത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ, പക്ഷെ കാറ് വിറ്റതിന്റെ കാശ് അതെവിടെ പോയിട്ടുണ്ടാവും? കാറ് വിറ്റതിന്റെ കാശ് സച്ചിയേട്ടൻ എന്ത് ചെയ്തു എന്ന കാര്യം ശ്രുതിക്ക് അറിയണ്ടേന്നിങ്ങനെ ചോദിക്കട്ടെ ശ്രുതി. അപ്പോൾ ശ്രുതി പറഞ്ഞിട്ട്, ശരിയാണല്ലോ, അവന്റെ കാശ് വിട്ടാൽ ഒരുപാടധികം പൈസ കിട്ടുമല്ലോ, അമ്മയുടെ ആധാരമൊക്കെ പണയം വെച്ചിട്ട് കിട്ടിയ കാശല്ലേ. അപ്പോൾ എന്തായാലും ലക്ഷങ്ങൾ വിലമതിക്കുന്ന കാറാണ്. ആ കാറ് വിറ്റിട്ട് അവൻ ആ പൈസ എന്ത് ചെയ്തിട്ടുണ്ടാവും? എന്തായാലും അതെവിടെ പോയി എന്ന് ഇപ്പൊ തന്നെ ചോദിക്കണമെന്നൊക്കെ പറഞ്ഞ് അത് ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ച് നിൽക്കായിരിക്കട്ടെ ശ്രുതി. ഈ സമയത്തിന് ശ്രുതി ഭയങ്കര സന്തോഷത്തിൽ നേരെ പോയിട്ട് ചന്ദ്രമതിയോടും ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കും. ശ്രുതി വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അമ്മേ ഇന്ന് ഞാൻ സച്ചിയുടെ ഓട്ടോയിലാണ് ബ്യൂട്ടി പാർലറിലേക്ക് പോയത്. അതെ, അവന്റെ കാറൊക്കെ വിറ്റു എന്നാ തോന്നുന്നത്. അവനിപ്പോ സ്ഥിരമായിട്ട് ഓട്ടോ ഓടിച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെ കാറ് വിറ്റിട്ടായിരിക്കില്ലേ അവൻ ഓട്ടോ വാങ്ങിച്ചേക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവൻ ആ കാറ് വിറ്റിരിക്കുന്നത്? അപ്പോൾ ചന്ദ്രമതി ഇപ്പൊ ചോദിക്കുന്നുണ്ട്, അവൻ കാറ് വിറ്റോ? ശരിക്കും അവൻ വിറ്റോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രുതി ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, അതേ അമ്മേ, സച്ചിയേട്ടൻ കാറ് വിറ്റിട്ടുണ്ടാവും, വിൽക്കാൻ തന്നെയാണ് സാധ്യത. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഈ ഒന്ന് ഓട്ടോ ഓടിച്ചിട്ടൊന്നും നടക്കില്ലല്ലോ. അമ്മേ, അമ്മക്കറിയാലോ, അമ്മയുടെ ആധാരം പോലും വെച്ച് കിട്ടിയ കാശല്ലേ, അതുകൊണ്ട് വാങ്ങിച്ചതാണ് ആ കാറ്. അങ്ങനെ ആ കാറ് വിൽക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം അമ്മയും കൂടി അറിയിക്കേണ്ടതല്ലേ. സച്ചിയേട്ടൻ തിരിച്ചു വരുന്ന സമയത്തിന് ആ കാർ എവിടെയാണെന്ന കാര്യം അമ്മ നിർബന്ധമായിട്ടും സച്ചിയേട്ടനോട് ചോദിക്കണം. തീർച്ചയായിട്ടും ഇന്ന് തന്നെ അമ്മ ചോദിക്കണമെന്നൊക്കെ പറഞ്ഞ ചന്ദ്രമതിയെ ഇങ്ങനെ എരിപിരി കയറ്റിക്കൊണ്ടിരിക്കട്ടെ ശ്രുതി. എന്നാൽ ശ്രുതിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് വല്ലാത്തങ്ങ് ദേഷ്യാവുന്നുണ്ടെന്ന് മാത്രമല്ല, ചൂടോടത്തിന് ചന്ദ്രമതി പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ രവീന്ദ്രനോട് പറയും. ചന്ദ്രമതി കുറച്ചും കൂടെ മസാല ചേർത്ത് കൊണ്ടായിരിക്കും രവീന്ദ്രനോട് ഈ കാര്യമെല്ലാം തന്നെ അവതരിപ്പിക്കുന്നത്. എന്നാൽ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ നിൽക്ക് ചന്ദ്രേ, നീ ഒന്ന് സമാധാനമായിരിക്ക്. സച്ചി വന്നതിന് ശേഷം ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. എന്തെങ്കിലും കാര്യമില്ലാതെ സച്ചി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയാട്ടോ രവീന്ദ്രൻ. പിന്നീട് അങ്ങനെ ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹാളിൽ വന്നിരിക്കുന്ന സമയത്തായിരിക്കട്ടോ പൂക്കച്ചവടം എല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ രേവതി വീട്ടിലേക്ക് കയറി വരുന്നത്. രേവതിയെ കാണുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ടതിന് ചന്ദ്രമതി നേരെ രേവതിയുടെ നേർക്കങ്ങ് ചാടി കളിച്ചുകൊണ്ടതിന് ചോദിക്കുന്നത്, എടി നിക്കടി അവിടെ, നീ എങ്ങോട്ടേക്കായി പോകുന്നത്? നിനക്കറിയാവോ, നിന്റെ ഭർത്താവ് ആ കാർ അങ്ങ് വിറ്റു. ഇവിടുത്തെ ആധാരം വെച്ച് കിട്ടിയ പൈസ കൊണ്ട് വാങ്ങിച്ച കാറാണെന്ന് നിനക്കറിയാമല്ലോ. എന്നിട്ട് ആ കാറ് വിൽക്കുന്ന കാര്യം അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോടി? എന്ത് കാര്യത്തിനാടി അവൻ ആ കാറ് വിറ്റത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് രേവതി ആകെ ഷോക്കാവാട്ടോ. രേവതി ചോദിക്കുന്നത്, എന്ത് സച്ചിയേട്ടൻ കാറ് വിറ്റെന്നോ? അമ്മേ, അതൊന്നും എനിക്കറിയില്ല അമ്മേ, അതൊന്നും ഞാൻ അറിയാത്ത കാര്യമാണെന്നിങ്ങനെ രേവതി പറയുന്ന സമയത്തിന് ചന്ദ്ര വീണ്ടും ദേഷ്യപ്പെടും. പിന്നെ അവൾക്കറിയില്ല പോലും. എടി, നീ അറിയാത്തത് എന്തെങ്കിലും അവന്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ? നിന്റെ അറിവോട് കൂടി തന്നെയായിരിക്കും അവൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്.
സത്യം പറയടി, അവൻ ആ കാറ് വിറ്റിട്ട് എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്തിന് രേവതിക്ക് അങ്ങ് സങ്കടം വരും. രേവതി പറഞ്ഞിട്ട്, അച്ഛാ ഈ കാര്യം ഒന്നും തന്നെ ഞാൻ അറിഞ്ഞതല്ല. ഇന്ന് ഞാൻ മാർക്കറ്റിൽ പോകുന്ന സമയത്താണ് സച്ചിയായിട്ട് നോട്ട് ഓടിക്കുന്നത് ഞാൻ കണ്ടത്. പക്ഷേ കാറ് വിറ്റ കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അമ്മ ഇപ്പൊ പറയുമ്പോഴാണ് സച്ചിയേട്ടൻ കാറ് വിറ്റു എന്ന കാര്യം പോലും ഞാൻ അറിയുന്നത്. സച്ചിയേട്ടൻ നോട്ട് ഓടിക്കുന്നത് മാത്രം ഞാൻ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ രേവതി. എന്നാൽ രേവതി പറയുന്ന വാക്കൊന്നും തന്നെ ചന്ദ്രമതി വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, വീണ്ടും രേവതി ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാണ് ചന്ദ്ര. അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ നിർത്താതെ രേവതിയോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്ന സമയത്തിന് രേവതി സങ്കടപ്പെട്ട് ഇങ്ങനെ പൊട്ടിക്കരയായിരിക്കും. എന്നാൽ ഈ ഒരു സീനും കണ്ടുകൊണ്ടായിരിക്കട്ടെ സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ചന്ദ്രമതി നിർത്താതെ രേവതി ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്തിന് സച്ചിക്ക് അങ്ങ് ദേഷ്യം വരും. എന്നിട്ട് സച്ചി പറഞ്ഞിട്ട്, അതെ, ആരും രേവതി ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കൊന്നും വേണ്ട, അവളെ നിങ്ങൾ ആരും ചേർന്ന് ക്വസ്റ്റ്യൻ ചെയ്യും വേണ്ട, അവൾക്കൊന്നും അറിയാത്ത കാര്യമാണിത്. അപ്പോഴേക്കും ചന്ദ്രമതി നേരെ സച്ചിയുടെ നേർക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, എങ്കിൽ നീ തന്നെ പറയടാ, നീ എന്തിനാടാ കാറ് വിറ്റത്? ആ കാറ് വിറ്റിട്ട് ആ പണം കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കും. എന്നാൽ ചന്ദ്രയുടെ ചോദ്യം കേൾക്കുന്ന സമയത്തിന് സച്ചി ഒന്നും മിണ്ടാതെ അങ്ങനെ തല താഴ്ത്തി നിന്നു പോവട്ടോ. ആ സമയത്തിന് രവീന്ദ്രൻ പറഞ്ഞിട്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുക ചന്ദ്രേ, അവനോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചോളാം, നീ ഇങ്ങനെ ഒച്ചയെടുക്കല്ലേ എന്നൊക്കെ പറയും. അങ്ങനെ ചന്ദ്രമതിയെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ രവീന്ദ്രൻ ഇങ്ങനെ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, മോനെ സച്ചി, നീ എന്തിനാടാ കാറ് വിറ്റത്? നീ ശരിക്കും ആ കാറ് വിറ്റത് തന്നെയാണോ? അങ്ങനെ അത്രമാത്രം കാറ് വിൽക്കേണ്ട അത്യാവശ്യം നിനക്ക് എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കാട്ടോ രവീന്ദ്രൻ. അപ്പോൾ സച്ചി പറഞ്ഞിട്ട്, അച്ഛ, അതങ്ങനെ വിൽക്കേണ്ട ഒരു അത്യാവശ്യം വന്നു. പക്ഷേ അച്ഛൻ്റെ മനസ്സ് വേദനിക്കുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കാര്യം അച്ഛനെ അറിയിക്കാത്തത്. ഈ ഒരു കാര്യം ഞാൻ ഇപ്പോഴും അറിയിക്കാത്തത് അച്ഛൻ്റെ മനസ്സ് വേദനിക്കരുതെന്ന് കരുതിയിട്ട് മാത്രമാണെന്നൊക്കെ പറയും. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നീ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നത്? എന്ത് കാര്യം ചെയ്യുമ്പോഴും നീ അതൊക്കെ എന്നോട് ഷെയർ ചെയ്യാറുള്ളതല്ലേ? ഇന്നെൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യമുണ്ടെങ്കിലും നീ അതൊക്കെ എന്നോട് പറയാറുള്ളതല്ലേ? അല്ലെങ്കിൽ പിന്നെ രേവതി മോളോടെങ്കിലും പറയാറുള്ളതല്ലേ? എന്നിട്ട് പോലും നീ എന്തിനാ ഇതൊക്കെ എന്നിൽ നിന്നും മറച്ചു വെച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തും സച്ചി ആ ഒരു കാര്യം തുറന്നു പറയുന്നില്ല കേട്ടോ. സച്ചി ഈ ഒരു കാര്യം തന്നെയായിരിക്കും പറയുന്നത്. അച്ഛന് വിഷമം വരരുതെന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനിത് പറയാത്തതെന്ന് പറയും. അച്ഛൻ്റെ മനസ്സ് ഈ സമയത്ത് ഒരിക്കലും വേദനിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോടൊന്നും തന്നെ തുറന്നു പറയാത്തത്. സമയമാവുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും അച്ഛനോട് തുറന്നു പറയാമെന്നും പറയുന്നുണ്ട് കേട്ടോ സച്ചി. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് വീണ്ടും അങ്ങ് ദേഷ്യം വരും. ചന്ദ്രമതി പറഞ്ഞിട്ട്, അതെ, അതെൻ്റെ വീടിൻ്റെ ആധാരം വെച്ച് എടുത്ത കാശ് കൊണ്ട് വാങ്ങിച്ച വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ കാറ് നീ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്നോട് അനുവാദം ചോദിക്കേണ്ടേ? അല്ലെങ്കിൽ നീ അത് സ്വയം ഇഷ്ടത്തിനങ്ങ് വിൽക്കാൻ പറ്റുമോ? ആ കാർ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര വീണ്ടും ദേഷ്യപ്പെടും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ശ്രുതി പറഞ്ഞിട്ട്, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ അമ്മേ, പക്ഷേ ആ കാറ് വിറ്റ കാശ് കൊണ്ട് ഇവൻ എന്ത് ചെയ്തു? അത്രമാത്രം ലക്ഷങ്ങൾ വിലമതിക്കുന്ന പൈസ കൊണ്ട് ഇവൻ എന്ത് ചെയ്തു? ആ കാര്യം ഇവനോട് ചോദിക്കുമെന്ന് പറയും ശ്രുതി. അപ്പോൾ ചന്ദ്ര പറഞ്ഞിട്ട്, ആ ശരിയാണല്ലോ, ലക്ഷങ്ങൾ എന്തായാലും അവന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. എടാ, നീ ആ കാറ് വിറ്റ കാശ് കൊണ്ട് എന്ത് ചെയ്തു? അത്രമാത്രം ലക്ഷങ്ങൾ ഇവന്റെ കയ്യിൽ വന്നിട്ട് പോലും ഈ വീട്ടിൽ ആർക്കും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. എടി രേവതി, നിനക്ക് സ്വർണം വല്ലത് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടാണോ നിന്റെ ഭർത്താവ് ആ കാറങ്ങ് വിറ്റത് എന്ന് ചോദിക്കും. നിന്റെ ഭർത്താവ് പണ്ട് കുറെ അധികം ഡയലോഗൊക്കെ അടിച്ചിരുന്നല്ലോ, നിനക്ക് ഒരുപാടധികം സ്വർണ്ണങ്ങളൊക്കെ വാങ്ങിച്ചു തരുമെന്ന്. ഓ, ഇനിയിപ്പോ അവന്റെ കാറ് വിറ്റ കാശ് കൊണ്ടാണോ നിനക്ക് സ്വർണം വാങ്ങിച്ചു തരാൻ പോകുന്നത് എന്നിങ്ങനെ ചന്ദ്രമതി കളിയാക്കി ചോദിക്കുന്ന സമയത്തിന് രേവതിക്ക് അങ്ങ് ദേഷ്യം വരും. അതെ, നിങ്ങളുടെ പൈസക്ക് വാങ്ങിച്ച കാറ് വിറ്റുകൊണ്ടൊന്നുമില്ല, എന്റെ ഭർത്താവ് സ്വന്തമായി കഷ്ടപ്പെട്ട് അധ്വാനിച്ച ആ കാശ് കൊണ്ടാണ് എനിക്ക് സ്വർണം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള പൈസക്ക് വാങ്ങിച്ചിട്ടുള്ള സ്വർണം മാത്രമേ എന്റെ ദേഹത്ത് ഞാൻ അണിയുള്ളൂ എന്നിങ്ങനെ രേവതി തിരിച്ചു പറഞ്ഞു കൊടുക്കും. എന്നാൽ ഇത് കേട്ട് സച്ചി പറഞ്ഞിട്ട്, അതെ, ഇനി വെറുതെ രേവതിയുടെ മെക്കെട്ട് കയറാനൊന്നും നോക്കണ്ട, അവൾക്ക് സ്വർണം വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ കാറ് വിറ്റത് എന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രക്ക് ദേഷ്യം വന്ന് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാടാ നീ ആ കാറ് കൊണ്ടുപോയി വിറ്റത്? എന്തായാലും കാറ് വിറ്റ സ്ഥിതിക്ക് അതിന്റെ മുഴുവൻ കാശും എനിക്ക് വേണമെന്നിങ്ങനെ ചന്ദ്രമതി വാശി പിടിക്കുന്ന സമയത്തിന് സച്ചി പറയും, അതെ, നിങ്ങളുടെ കാശ് മുഴുവനായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. അതിനു മുൻപേ തന്നെ ഇവൻ ഇവിടെ നിന്നും ഒരുപാടധികം പൈസ മുക്കിക്കൊണ്ടുപോയില്ലേ? ലക്ഷങ്ങളല്ലേ ഇവന് തരാനുള്ളത്. ആ പൈസ ഇവൻ സെറ്റിൽ ചെയ്യുന്ന അന്നേ ദിവസം തന്നെ ഈ പൈസ ഞാൻ സെറ്റിൽ ചെയ്തോളാമെന്ന് പറയും. എന്നാൽ സച്ചി ശ്രുതി എങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് പിന്നെ ഒരു അക്ഷരം പോലും മിണ്ടാൻ കഴിയുന്നില്ല, പ്രത്യേകിച്ച് ശ്രുതി മുന്നിൽ നിൽക്കുന്ന സമയത്ത്. അങ്ങനെ സച്ചി ചന്ദ്രമതിയുടെ വായ അടപ്പിച്ചതോടുകൂടെ തന്നെ രവീന്ദ്രനോട് പറഞ്ഞിട്ട്, അച്ഛാ, കാശ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു സാഹചര്യത്തിൽ എനിക്ക് ആ കാറ് വിൽക്കേണ്ടി വന്നു. അത്രമാത്രം പണത്തിന് അത്യാവശ്യം ഉണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണെന്നൊക്കെ ഞാൻ ഇപ്പൊ അച്ഛനോട് പറയുന്നില്ല. പക്ഷേ പിന്നീട് ഒരു സാഹചര്യം വരുന്ന സമയത്തിന് അതെന്തിനാണ് വിറ്റത് എന്ന കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ സച്ചി അകത്തേക്ക് അങ്ങ് കയറി പോകുന്നത്. എന്താണെങ്കിലും സച്ചി എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു കാറ് വിറ്റത് എന്ന കാര്യം സച്ചി ആരോടും തന്നെ തുറന്നു പറയുന്നില്ല. ഇത്രമാത്രം ലക്ഷങ്ങൾ അവന്റെ കയ്യിൽ കിട്ടിയിട്ട് അതെന്തിനായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതിക്കും ശ്രുതിക്കും യാതൊരു സമാധാനവും കിട്ടുന്നില്ലട്ടോ. എന്നാൽ സച്ചി എന്തിനാണ് കാറ് വിറ്റത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ രേവതിയോട് തുറന്നു പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നും ചെമ്പനീർ പൂവി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡും അപ്കമിങ് എപ്പിസോഡൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.